ഹലോ സാർ. സാർ ഹലോ സാർ, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കര ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെല്ലിൻ്റെ മൂന്നാമത്തെ സെഷനാണ്, വെബിനാർ സെഷനാണ് ഇന്ന് നടക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് നിഖിൽ സാറാണ്. അദ്ദേഹം BHEL ട്രിച്ചിയിലെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ലാബിലെ ഡെപ്യൂട്ടി മാനേജറാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം നമുക്ക് കരിയേഴ്സ് ഇൻ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മേഖലയിൽ എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് സാറ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷനിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട റിസോഴ്സ് പേഴ്സണെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കരയുടെ പ്രിൻസിപ്പാൾ, അതുപോലെ തന്നെ റെസ്പെക്റ്റഡ് HODമാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ വെബിനാർ സെക്ഷൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള മറ്റ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെയും അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ മറ്റ് പോളിടെക്നിക് കോളേജുകളിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും IIIC നോഡൽ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ തന്നെ മറ്റ് കോളേജുകളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സെഷൻ മൂന്നാമത്തെ സെഷനാണ്. നമ്മൾ ഇതിനു മുന്നേ 3 സെഷൻസിൽ 2 സെഷൻ ഞാനൊന്ന് പറയാം. നമുക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നോവേഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെൽ നമ്മുടെ കോളേജിലുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെല്ലിൻ്റെ ആദ്യത്തെ സെഷൻ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചായിരുന്നു. രണ്ടാമത്തെ സെഷൻ ഓൺട്രപ്രണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. എന്നാൽ ഇന്ന് മൂന്നാമത്തെ സെഷൻ കരിയേഴ്സ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കരിയേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സാറ് പറഞ്ഞതുപോലെ, നിഖിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് സാറ് ക്ലാസ് എടുത്തു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഈ സെഷൻ്റെ ഏറ്റവും അവസാനം ഒരു ഫീഡ്ബാക്ക് ലിങ്ക് ഷെയർ ചെയ്യുകയാണ്. ആ ഫീഡ്ബാക്ക് ലിങ്കിൽ എല്ലാവരും അവരവരുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ സെക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്കുകൾ വേണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നിഖിൽ സാറിനെ, നമ്മുടെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ലാബ് ഡെപ്യൂട്ടി മാനേജർ BHEL ട്രിച്ചിയിലെ നിഖിൽ സാറിനെ ക്ഷണിക്കുകയാണ്. ഓവർ ടു യു സാർ. താങ്ക് യു സാർ. നമസ്കാരം, എൻ്റെ പേര് നിഖിൽ. ഞാൻ 12 വർഷമായിട്ട് BHEL തിരുച്ചിറപ്പള്ളി, തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ BHEL ഹൈ പ്രഷർ ബോയിലർ പ്ലാന്റിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ വിഭാഗം നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ലബോറട്ടറിയാണ്. ബേസിക്കലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അപ്ലൈഡ് ഫിസിക്സ് ആണ്. അതിൽ മെക്കാനിക്കൽ, മെറ്റലർജി, മാനുഫാക്ചറിങ് പ്രോസസ്, ഈ 3 പ്ലസ് ഇലക്ട്രോണിക്സ്, ഈ 4 വിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷനാണ് നമ്മൾ ഈ ഫീൽഡിൽ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓക്കെ, ലെറ്റ് മീ ഷെയർ മൈ സ്ലൈഡ് സോ ദാറ്റ് I can explain with the help of the slide. Are you able to see my slide? Yeah. Yes, sir. One minute. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും എനി ഐഡിയ?
സോറി, ശരി. ഹലോ നോൺ സാർ. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. ഹലോ സാർ, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ മെറ്റീരിയലിനെയോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെയോ നമ്മൾ ഡിസ്ട്രക്റ്റ് ചെയ്യാതെ നമ്മൾ അതിനെ നിലനിർത്തിക്കൊണ്ട് അതിന് വേറെ ഒരു കേടുപാട് സംഭവിക്കാത്ത രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് സാർ, യെസ് സാർ, റൈറ്റ്ലി സാർ. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മെക്കാനിക്കൽ ടെസ്റ്റിംഗ് തന്നെയാണ്. മെക്കാനിക്കൽ ടെസ്റ്റിംഗിൽ ഒരു സാമ്പിൾ എടുക്കുന്നു, നമ്മൾ സാമ്പിൾ എടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സാമ്പിൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വി കാൺ യൂസ് ഇറ്റ് ഫോർ എനി ആപ്ലിക്കേഷൻ. അപ്പൊ അത് ഡിസ്ട്രക്റ്റീവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അതിൽ ഇഫ് വി ആർ ടെസ്റ്റിംഗ് സംതിങ് വി ക്യാൻ നോ ദ പാരാമീറ്റേഴ്സ്, അതോടെ ഹാർഡ്നെസ്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ അസ്യൂമിങ് ദാറ്റ് നമ്മൾ ഏതിൽ നിന്നാണോ അതിന്റെ സാമ്പിൾ എടുത്തത് ആ മെറ്റീരിയലിന് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലെല്ലാം ഇതേ പാരാമീറ്റേഴ്സ് ഉണ്ട് എന്നൊരു അസംഷനിൽ നമ്മൾ വരികയാണ്, അല്ലേ? പക്ഷെ വെദർ വി ആർ ഷുവർ അബൌട്ട് we are using many parameters which are controlling the welding, but we are expecting a good weld. But whether all these parameters has been followed correctly, whether it is giving a good weld, idu namak eppadi theriyum? How we will know that? Then we have to do some non-destructive testing method. After that we can use the same part for our application. Nammal blood test povuna. Okay, we are going for blood test. We are giving some sample. ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആ ബ്ലഡ് നമുക്ക് തിരിച്ചു കിട്ടില്ല, അല്ലേ? അത് ആൾറെഡി ഡിസ്ട്രക്റ്റഡ് ആണ്. ബട്ട് വെൻ യു ആർ ഗോയിങ് ഫോർ ടെസ്റ്റിംഗ്, ഫോർ എക്സാമ്പിൾ എക്സ്റേ എടുക്കാൻ പോകുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒടിവുണ്ടോ, ചതവുണ്ടോ, നിങ്ങളുടെ ലിഗമെന്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതൊക്കെ നമ്മൾ എന്താ പറയുക, അതിന് നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ വി ആർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. സോ ഇതാണ് മെയിൻ സംഭവം. സോ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇൻ റിവ്യൂ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ബേസിക്കലി 4 മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. Already we are following some 18 types of methods all over the world. It is universally accepted by all the standards like ASME, API, CE audit, everything. Many standards are there which are controlling some 18 numbers of 18 varieties of non-destructive testing methods. ഇത് ആപ്ലിക്കേഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫിസിക്സ് ഫീൽഡിലുള്ള ആൾക്കാർ വേണം, മെക്കാനിക്കൽ ഫീൽഡ്, മാനുഫാക്ചറിങ്, മെറ്റലർജിക്കൽ ഫീൽഡ്, ഇലക്ട്രോണിക്സ്. ഇപ്പൊ ഈ വിഭാഗത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഫീൽഡിലോട്ട് വളരെ വളരെ നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇന്നത്തെ അജണ്ടയിൽ ആദ്യമായി ഗിവ് ഇൻ ഇൻട്രൊഡക്ഷൻ ടു NDT, then some basic NDT tech. As I already said, it has been already recognized by ASME, CE, API, ASME, American Society of Mechanical Engineers, then European Standard CE, then API, American Petroleum Institute, UCAS Standard, UK Standard, ASNT, American Society for Non-Destructive Testing, then PCN, ISO also has recognized these testing. And for every critical jobs, അത് സ്ട്രക്ചർ ആകട്ടും ഹൈ പ്രഷർ ബോയിലർ ആകട്ടും, then we have to do these non-destructive testing methods for ensuring the soundness of the material. That weld is free from all the defects. So we are ensuring without destructing the material. So that way, that is my definition for non-destructive testing. It without destroying the serviceability of the part, we are inspecting, testing and evaluating. If any discontinuities are there, discontinuity means, for example, ഒരു ക്രാക്ക് അല്ലെങ്കിൽ ഒരു സ്ലാഗ് അല്ലെങ്കിൽ പൊറോസിറ്റി, ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ we can know that, we can go for acceptance standard, whether it is accepted, whether it is we can use that same material, or whether we have, so we can ensure the product integrity and reliability. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ഓരോ നിമിഷം യൂസ് ചെയ്യുന്ന തരംഗങ്ങളാണ്. സ്പെക്ട്രത്തിൽ ഉൾപ്പെടുന്ന ഒരുപാട് തരംഗങ്ങൾ പ്ലസ് മെക്കാനിക്കൽ വേവ്സ്. സോ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പം ഹയർ വേവ് ലെങ്ത് ഉള്ള വേവ്സ് എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് വേവ് ലെങ്ത് കുറഞ്ഞു വരുന്ന സമയത്ത് വി ആർ യൂസിങ് ഇറ്റ് എസ് എ ലൈറ്റ്,
അത് ഇൻഫ്രാറെഡ് ഉണ്ട്, UV ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്. പിന്നെ അതിന് പിന്നെയും ഇഫ് യു ആർ റെഡ്യൂസിങ് ദ വേവ് ലെങ്ത് അഗെയിൻ ഇറ്റ് വിൽ ഗോ ടു എക്സ്റേ ആൻഡ് ഗാമ റേ സോഴ്സസ്. So we are engaging all these different wavelength waves. It can be electromagnetic waves for the application of non-destructive testing. For example, initially X-ray and gamma rays we are using mechanical waves for finding some defects in civil structure. For example, ഒരു ബ്രിഡ്ജിലോ ഒരു കെട്ടിടത്തിലോ ബ്രിഡ്ജിന്റെ ഒക്കെ ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അതിന്റെ സർവീസബിലിറ്റി, ബാക്കി എത്ര വർഷം നമുക്ക് ആ ബ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വി ആർ ഹാവിങ് എ ലൈവ് എക്സാമ്പിൾ ഓഫ് മുല്ലപ്പെരിയാർ ഡാം. സോ 100 വർഷം കഴിഞ്ഞു ഇതിന് we can't destruct the dam. So we have to analyze the signals sent by the dam while it is gets stressed. So അതിലെ ലോഡ് കൂടുമ്പോൾ, അതിന്റെ വാട്ടർ ലെവൽ കൂടുമ്പോൾ, whether any unusual sounds are happening or sound waves are generated, any crack is propagating, these are sensed by some sensors. So this is also a non-destructive testing method that we will discuss it later. So mechanical field and civil field, we can use it widely. So different NDT methods are listed here. Current NDT methods, what I said, acoustic emission testing, electromagnetic testing, guided wave testing, ground penetrating testing, laser testing methods, leak testing, magnetic flux leakage, microwave testing, and I have given in red which we are going to discuss it today. Liquid penetrant testing, symbol testing, magnetic particle also symbol, radiographic testing, ultrasonic testing, and visual testing. Radiographic testing. Radiographic testing, as the name indicates, we are using a source. You can see a source here, X-ray gamma source. That source will be sending gamma ray or X-ray. It will be penetrating to the material. വെള്ളിലൂടെ പോയി വെള്ളിനപ്പുറം വെച്ചിരിക്കുന്ന റേഡിയോഗ്രാഫിക് ഫിലിം അതിൽ to get the image. So in the film we will get the details of what is inside the weld. അതാണ് റേഡിയോഗ്രാഫിക് ടെസ്റ്റ്. ഇപ്പോൾ ഫിലിം പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. നമ്മുടെ സാധാരണ ഒരു പല്ലിന്റെ റേഡിയോഗ്രാഫോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ എല്ലിന്റെ റേഡിയോഗ്രാഫോ അതുപോലെ തന്നെയാണ്, സിമിലർ. പക്ഷെ ഇതിനൊരു വ്യത്യാസമുണ്ട്. പല്ലിന്റെയോ അല്ലെങ്കിൽ ഒരു എല്ലിന്റെയോ റേഡിയോഗ്രാഫ് എടുക്കുന്നത് അത്ര സിമ്പിൾ അല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹൈ എനർജി സോഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ എനർജി സോഴ്സ്, ആസ് യു നോ ദാറ്റ് വെൻ വി ആർ യൂസിങ് ദർ ഇസ് എ risk is there. So we have to have some regulations, rules and regulations to handle these sources. So it is who is controlling all these things. ഇപ്പോൾ നിങ്ങൾക്കൊരു വണ്ടി ഓടിക്കാൻ ഒരു ലൈസൻസ് കിട്ടുന്നത് പോലെ നമുക്ക് ഒരാൾക്ക് റേഡിയോഗ്രാഫി എടുക്കണമെങ്കിൽ there are some regulatory bodies which give license for taking radiograph. അത് ചുമ്മാ കൊടുക്കില്ല, അതിന് നിറയെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, നിറയെ പ്രോസസ്സുകളുണ്ട്, ചെക്കിംഗ് ഉണ്ട്. സോ ദ ഓൺലി വൺ ഏജൻസി ഹു ക്യാൻ is AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് BRC, IGCAR എല്ലാം. പിന്നെ ബ്രിറ്റ്, ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. all these things are coming under the control of Government of India. So they are the authority, the licensing authority pole, RTO pole. This is the authority who will guide, who will control the radiographic actions, what are the activities inside our country, India. And if you go to any other country also, there will be such a ഇല്ലെങ്കിൽ മാനിക്കൽ ക്രിമിനൽ ഒഫൻസ്. അതിനാണ് റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ IBR, ഇന്ത്യൻ ബോയിലർ റെഗുലേറ്ററി ബോർഡ്. നമുക്ക് ഇന്ത്യൻ ബോയിലർ റെഗുലേഷൻസ്, അതിൽ ഒരു ബോയിലർ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആർക്കും ഉണ്ടാക്കാം, പക്ഷെ അതിന് നിങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തനാണോ, നിങ്ങൾക്ക് അതിനുള്ള ടെക്നോളജി ഉണ്ടോ, വെദർ യു ഹാവ് ദ ഇനഫ് എക്യുപ്മെന്റ്സ്, ആൾക്കാരുണ്ടോ, ക്വാളിഫൈഡ് വെൽഡേഴ്സ് ഉണ്ടോ, ഇതെല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ബോയിലർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അപ്പോ എന്ത് ചെയ്യും, ഇതില് ഒരു അങ്ങനെ ഒരു കഴിഞ്ഞിട്ട് അതിന്റെ വെൽഡ് എല്ലാം അപ് ടു ദ ലെവൽ ആണോ, ഇന്ത്യൻ IBR റൂൾസ് പ്രകാരം, IBR ഡിസൈൻ പ്രകാരം ഇറ്റ് ഇസ് വിസ്റ്റാൻഡിങ് ദ പ്രഷർ ആണോ, വെദർ ഇറ്റ് ഇസ് സേഫ് ടു ദ
സൊസൈറ്റി. അതാണല്ലോ മെയിൻ. ഇപ്പൊ വി ആർ മേക്കിംഗ് എ ബോയിലർ. എന്തിനാ ബോയിലർ ഉപയോഗിക്കുന്നത്? വി ക്യാൻ make it for making turn the turbine and generate electricity. Those are called power boilers. So ഇതെല്ലാം it is controlled of IPR. അതുപോലെ the activities which are coming for radiographic testing, it is controlled by AERB, AERB and the so international agency ആണ് IAEA, International Atomic Energy Agency. So wherever you go, you can find one regulatory body which will control the radio sample of radiographic film. You can see a crack. ഒരു ക്രാക്ക് അങ്ങനെ വെൽഡിലൂടെ പോകുന്നു. വെൽഡിന്റെ ബീഡ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ക്രാക്ക് കാണുന്നുണ്ട് ഫസ്റ്റ് റേഡിയോഗ്രാഫിൽ. താഴത്തെ റേഡിയോഗ്രാഫിൽ എന്താ കാണുന്നത്? വി ക്യാൻ സീ സം ബേൺ ത്രൂ കാണാൻ പറ്റുന്നുണ്ട്. റൂട്ടിൽ അങ്ങ് ബേൺ ആയി പോയത് കാണുന്നു. ഓക്കെ, അതേപോലെ ബേൺ ത്രൂ എല്ലാം നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയാൽ കാണാൻ പറ്റും. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് എ പൈപ്പിലാണ് എന്ത്, പൈപ്പിനകത്ത് എന്ത് നടന്നു നമുക്കറിയാം, വെൽഡിന് ശേഷം എന്താണെന്ന് അറിയത്തില്ല. സോ വി ഹാവ് ടു ടേക്ക് RT on that. Here in the third film, we can see a valve which is fitted towards a live line. അപ്പോൾ വെദർ അതിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായിരിക്കാം, വെദർ ഫ്ലൂയിഡ് ഈസ് ദെയർ ഓർ നോട്ട്. ഫ്ലൂയിഡ് കൂടി നമുക്ക് റേഡിയോഗ്രാഫിയിൽ ചെറിയ രീതിയിൽ we can get the image. So these are some sample radiographs which are giving the image of the defects. നമുക്കിത് we can ഇപ്പോൾ ഒരു ലേമാൻ്റെ അടുത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ കറുപ്പ് കാണുന്നതെല്ലാം ഡിഫക്റ്റ് ആണ്, വെളുപ്പ് കാണുന്നതെല്ലാം ഹൈ ഡെൻസിറ്റി ബീഡാണ്. അപ്പം ലേമാൻ്റെ അടുത്ത് ഇത് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ they can understand because we have a picture. A picture is equal to 1,000 words. Okay, this is an advantage of radiographic testing because it is shown through a picture and picture can be stored for long time. We can store it for long time. The future reference നമുക്ക് യൂസ് ആകും. So it's a permanent record. We can store it for long time and it is a picture. So we can make anyone understand what is inside the weld. But nowadays, for the ease, we are converting our technology to digital radiography and computer radiography. So digital radiography, as the name indicates, previously we have photographs, now we have digital photographs. Same thing. So instead of physical radiograph, we are having a digital recording media, imaging plates, which will directly give the image. So when you scan it, you can get the image in the computer screen. But computer radiography in Varna, there is a live scanner. So we can put that scanner. So live we can see. Suppose even the weight also, we can see whether any defect is coming or not. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിഫക്റ്റ് വന്നു. സോ അത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വെൽഡ് അടിച്ചപ്പോൾ ഡിഫക്റ്റ് ഉണ്ട്. അപ്പൊ ആ ഡിഫക്റ്റ് നമുക്ക് ആദ്യമേ കണ്ടുപിടിച്ചാൽ ബാക്കി 99 ജോയിന്റും വി ക്യാൻ സേവ് ദാറ്റ് 99 ജോയിന്റ്സ്. സോ ഇതിന് റിയൽ ടൈം റേഡിയോഗ്രഫി എന്നും പറയാറുണ്ട്. So we can save. So this is happening because of the new advancement in our digital electronics. So there is an application of electronics field also. So here we are using imaging plates and digital flat panel. Imaging plates are a digital radiographic film. Digital flat panels are which are live sensors. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെല്ലാം ഡിജിറ്റൽ ഫ്ലാറ്റ് പാനൽസ് ആണ് റേഡിയോഗ്രഫിക്ക് യൂസ് ചെയ്യുന്നത്. പണ്ടെല്ലാം നിങ്ങൾക്ക് വി ഹാവ് ടു ടേക്ക് എ റേഡിയോഗ്രാഫ്, കറുത്ത റേഡിയോഗ്രാഫ് കൊണ്ടുപോകണം, ഡോക്ടറെ അടുത്ത് കാണിക്കണം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ bringing to digital flat panel because നിങ്ങൾ റേഡിയോഗ്രാഫ് എടുത്തിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിക്കുമ്പോഴേക്കും ഈ ഡിജിറ്റൽ ഇമേജ് ഡോക്ടറുടെ now this one is ultrasonic testing. Ultrasonic testing നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ we are using a മെക്കാനിക്കൽ വേവ് ആണ് യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ വേവ് രണ്ട് തരത്തിലുള്ള മെക്കാനിക്കൽ വേവ് ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ്. ഇതെല്ലാം ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഫീൽഡിൽ പോകുമ്പോൾ വി ഹാവ് ടു അനലൈസ് ഇറ്റ്. ഇതിന് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്, ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ മെറ്റീരിയൽ വിൽ ബി പാരലൽ ടു ദ, ഇതെല്ലാം പഴയ ഫിസിക്സ് തന്നെയാണ്, പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ്. And the transverse wave, it is perpendicular to the direction of the wave propagation. ഇതിന്
is having somewhat double the velocity of transverse wave. അതെല്ലാം we will use to calculate. So ഇതിൽ എന്താ ചെയ്യുന്നത്, we have a probe, piezoelectric crystal. You can see a orange color probe there. There is inside one piezoelectric crystal. When you give a power or electric pulse, it will generate a vibration, and that vibration will be transferred to the job. You can see a job workpiece test sample here. Inside that there is a flaw. If there is no flaw, ആ ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റിൽ കാണും, ലെഫ്റ്റിൽ ഹലോ can I continue? ഹലോ സാർ, കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ഓക്കെ ആണ്. ഓക്കെ. സോ നമ്മൾ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന ഫസ്റ്റ് എക്കോ ഉണ്ടല്ലോ, ഇത് നമ്മൾ CRT സ്ക്രീൻ, മുന്നേ അല്ല CRT സ്ക്രീൻ ആണ്. ഇപ്പൊ LED ആയി, LCD ആയി, ചെറിയ സ്ക്രീനൊക്കെ ആയി. ഈവൻ വി ക്യാൻ സീ ഇറ്റ് ഇൻ അവർ മൊബൈൽ ആൾസോ. ആ ടെക്നോളജിയുടെ എത്തിയിട്ടുണ്ട്. So you should need a probe, you should need an USB adapter. You connect the probe, the image app will give the image will give the mobile will give the image of the weld. We are ready to get that in our app. So here you can see two echoes are there. One is input echo and one is backward echo. If there is no defect, there is no flaw echo. If there is a defect before the backward echo, I will get one more defect, that is flaw echo. ആ ഫ്ലോ എക്കോയുടെ ഡിസ്റ്റൻസ് ഇൻപുട്ട് എക്കോയിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫ്ലോയുടെ ഡെപ്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് റേഡിയോഗ്രാഫിയിൽ ചെയ്യാൻ പറ്റില്ല. റേഡിയോഗ്രാഫിയിൽ എന്താ ചെയ്യുക, അതിനകത്ത് ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷേ അൾട്രാസോണിക്കിൽ വി ക്യാൻ നോ ദ ഡിഫക്റ്റ് ഡെപ്ത് ആൾസോ. ദാറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്. പക്ഷെ ഇതിലൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇതിൽ വേവ് എങ്ങനെ പോയിരിക്കാം, വേവ് എത്ര ദൂരം പോയിട്ടുണ്ടാവും, എത്ര സ്പീഡിൽ പോയിട്ടുണ്ടാവും, ഇതെല്ലാം ഈ ടെസ്റ്റ് ചെയ്യുന്ന ആളിന്റെ എക്സ്പീരിയൻസോ അതിന്റെ കോമ്പിറ്റൻസിയോ അനുസരിച്ചായിരിക്കും അയാൾ അനലൈസ് ചെയ്യുന്നത്. സോ ഒരു ലേമാന് ഈ സിഗ്നൽസ് കണ്ട് മനസ്സിലാക്കാനുള്ള സാധ്യത കുറവാണ്. സോ അതാണ് ഒരു അൾട്രാസോണിക് ടെസ്റ്റിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇതിൽ ഒരു എക്സ്പേർട്ടിന് മാത്രമേ he can tell whether defect is there, whether it is coming from original defect or എത്ര ഡെപ്തിലാണ്. ഇതെല്ലാം നമുക്ക് അൾട്രാസോണിക് ടെസ്റ്റിലെ ഒരു എക്സ്പേർട്ടിന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ പക്ഷേ ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഡ്യൂ ടു അഡ്വാൻസ്മെന്റ് ഓഫ് ഇമേജ് പ്രോസസ്സിംഗ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാറ്റ്ലാബ് ഇമേജ് പ്രോസസ്സിംഗ്, ഇലക്ട്രോണിക് സിഗ്നൽ ഇമേജ് പ്രോസസ്സിംഗ്, നിറയെ ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ ഇതിൽ എന്താ വെച്ചതെന്ന് വെച്ചാൽ, ഒരു ഇമേജ് പ്രോസസ്സിംഗ് ഹെൽപ്പ് വെച്ചിട്ട് വി ക്യാൻ റീകൺസ്ട്രക്ട് ദ ഇമേജ് ഓഫ് ദ ജോബ് വാട്ട് വി ആർ ടെസ്റ്റിംഗ്. അതിന് നമ്മൾ നിറയെ സ്കാൻ, ഇമേജ് പ്രോസസ്സിംഗ്, A സ്കാൻ, B സ്കാൻ, C സ്കാൻ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സ്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് വി ക്യാൻ റീകൺസ്ട്രക്ട് എ മോഡൽ ഓഫ് അവർ വെൽഡ് വിച്ച് വി ആർ ടെസ്റ്റിംഗ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു എത്ര ഡെപ്ത് ഉണ്ട്, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് വിത്തൗട്ട് കട്ടിങ് ദ കേക്ക്. പക്ഷെ നിങ്ങൾക്ക് അത് കേക്ക് കട്ട് ചെയ്യാനും പറ്റില്ല. കാരണം ഇത് ബർത്ത്ഡേ കേക്കാണ്, നിങ്ങളുടെ ബർത്ത്ഡേ അല്ല, നിങ്ങളുടെ ഫ്രണ്ടിന്റെ കേക്ക് ബർത്ത്ഡേ. അപ്പം പുള്ളിയാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു വഴിയുണ്ട്. വിത്തൗട്ട് ഡിസ്ട്രാക്ടിങ് ദിസ് കേക്ക് വി ക്യാൻ നോ ഒരു ട്രാൻസ്ഫർ സ്ട്രോ എടുത്തിട്ട് ജസ്റ്റ് പിയേഴ്സ് ദ കേക്ക് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ആൻഡ് യു ടേക്ക് ഇറ്റ് ഔട്ട് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ കേക്ക്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ കേക്കിനകത്ത് അല്ലെങ്കിൽ ആ സ്ട്രോയ്ക്കകത്ത് എത്ര തിക്നെസ് ക്രീം ഉണ്ട്, എത്ര തിക്നെസ് സ്ട്രോബെറി ലെയർ ഉണ്ട്, ഓരോ ലെയറും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. എത്ര ഡെപ്തിലാണ്, ഇതെല്ലാം കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ അൾട്രാസോണിക് ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. വി ആർ യൂസിങ് എ പ്രോബ് വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ട്രോ ആൻഡ് വി ആർ സെൻഡിങ് സം വേവ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ആൻഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കളർ ഇമേജ് പ്രോസസ്സിംഗ് കൊടുത്ത് ഒരു കളർ കോഡ് കൊടുക്കും. അങ്ങനെ ഒരുപാട് ലൈൻ, ഒരു ലൈൻ മൊത്തമുള്ള ഇതുപോലുള്ള A സ്കാൻ, ഇതുപോലുള്ള സ്ട്രോ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ആ ഹാഫ് സെക്ഷനിലുള്ള കേക്കിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ജോബിനകത്തുള്ള ഡിഫക്റ്റിന്റെ ഡീറ്റെയിൽസ് വിൽ ഗെറ്റ് എൻ ഇമേജ്. ദാറ്റ് ഇസ് എ 2D ഇമേജ്. ആൻഡ് ഇഫ് യു യൂസ്
such kind of many numerous of this particular line scan, we can use a 3D image also. Okay, anyway, it is helpful for visualizing the defect. So nowadays ultrasonic testing is also visualizable. ഒരു layman അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന രീതിയിൽ അവർ മാറ്റിയിട്ടുണ്ട്. സോ ഇതെല്ലാം കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അൾട്രാസോണിക് ടെസ്റ്റിംഗ് ആണ്. These things, these facilities are available in our ISRO. They are having very sophisticated testing methods. So they have to analyze the defects inside the fuel cartridges. They are having fuel cartridges. അപ്പോൾ കാർട്രിഡ്ജിനകത്ത് ആ ഫ്യൂവലിനകത്ത് എന്തെങ്കിലും ക്രാക്കോ എന്തെങ്കിലും പൊറോസിറ്റോ എന്തെങ്കിലും അൺവാണ്ടഡ് മെറ്റീരിയൽ ഉണ്ടോ എന്നെല്ലാം അവർ സ്കാൻ ചെയ്യുന്ന വളരെ ഡീറ്റെയിൽ മൈന്യൂട്ട് സ്കാൻ ചെയ്തേ പറ്റും. സോ ദേ ആർ യൂസിങ് ദിസ് കൈൻഡ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് അൾട്രാസോണിക് എക്യുപ്മെന്റ്. Then we are having another PAUT, phased array ultrasonic. These are some advanced ultrasonic testing methods. And phased array UT, it costs around 1 crore. 1 കോടി രൂപ വരും. അതിന്റെ യൂസ് തന്നെ അത്രയും ഹെവി ആണ്, ബിക്കോസ് ഇറ്റ് വിൽ ഗീവ് എ 3D image directly from the equipment. Ultrasonic testing has many applications in the testing of raw material, weld, structurals, civil structures, everything. Everywhere we have this application of ultrasonic testing. Now we have magnetic particle testing. Magnetic particle testing, it's a very simple testing. ഞാനിപ്പോൾ 2 ടെസ്റ്റ് പറഞ്ഞു, റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്, അൾട്രാസോണിക് ടെസ്റ്റിംഗ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ജോബിനകത്തുള്ള ഉള്ളിലുള്ള കേടുപാടുകൾ എന്തൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് സർഫസിലുള്ള കേടുപാടുകൾ അല്ലെങ്കിൽ സബ് സർഫസിലുള്ള 1 mm 2 mm അകത്തിരുന്നാലും പ്രശ്നമില്ല. എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഇതിനകത്തൂടെ പാസ് ചെയ്യും, ജോബിനകത്തൂടെ പാസ് ചെയ്യും. എന്തെങ്കിലും ഒരു ക്രാക്കോ പൊറോസിറ്റിയോ എന്തെങ്കിലും സർഫസിൽ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ലീക്ക് ഔട്ട്. ലീക്ക് ഔട്ട് എന്ന സമയത്ത് വി വിൽ spray some magnetic particles. That magnetic particles will be attached to the leaking lines, so that we will see the crack. The crack in ഒരു ഇംപ്രഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് magnetic particle testing. Here now we are going for liquid penetrant testing. So magnetic particle testing നമുക്ക് ഡിഫക്റ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗിൽ the defect should be open to the surface. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ജോബ് നന്നായിട്ട് ക്ലീൻ ചെയ്യും, ബിക്കോസ് എനി ഓപ്പണിംഗ് ഷുഡ് ബി ക്ലീൻഡ് ഫ്രം ഗ്രീസ്, ഓയിൽ, സ്കെയിൽ, പെയിന്റ് എല്ലാത്തിൽ നിന്നും ക്ലീൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ടു ദ സർഫസ്. ദെൻ വി പോർ എ ഡൈ, യൂഷ്വലി റെഡ് ഇൻ കളർ. അതിന് കോൺട്രാസ്റ്റ് കിട്ടാനാണ് റെഡ് ഉപയോഗിക്കുന്നത്. വിസിബിളിനാണെങ്കിൽ റെഡ് ഉപയോഗിക്കും. അൾട്രാവയലറ്റ് റേസ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നല്ല സെൻസിറ്റിവിറ്റി ആയിരിക്കും. അതിന് ഗ്രീനിഷ് യെല്ലോ എന്ന് പറയുന്ന ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അതിനകത്ത് കുറച്ചു നേരം വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചെടുക്കും. ബാക്കിയുള്ള എല്ലാം തുടച്ചെടുത്തതിന് ശേഷം ദെൻ വി വിൽ അപ്ലൈ ചോക്ക് കൈൻഡ്, ഒരു ചോക്ക് പൗഡർ മാതിരി, ചോക്ക് പൗഡർ പോലത്തെ ഡെവലപ്പർ വിൽ പുട്ട്. ദെൻ ദിസ് ചോക്ക് പൗഡർ വിൽ അബ്സോർബ് ദ ഡൈ വിച്ച് ഈസ് അറ്റ് ട്രാപ്ഡ് ഇൻസൈഡ് ദ ക്രാക്ക്. So it will give an image, or it is giving an image or impression of the real defect inside the crack. Thermography is having wide application in the power field, electric, where we can't go near. ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന എന്ത് സാധനത്തിനും തെർമോഗ്രാഫിക് ഇമേജ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. You can know that in all the airport security people are using thermographic images, because heating it will be sent. Local heating inside a power plant, അവിടെ temperature concentration നടക്കുന്നുണ്ട്. So temperature concentration is because of some blockage in the flow. So there is some problem is there. So overall ഒരു സ്വിഫ്റ്റ് ഐഡിയക്ക് എത്താൻ, അതായത് എല്ലാ ജോയിന്റും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാ ജോയിന്റും ഡ്യൂറിംഗ് ദ സർവീസിംഗ് റേഞ്ച്, ഇഫ് എനി defect or is happening, we will sense using thermography. Then ഈ NDT എല്ലാം നമുക്ക് we have to have some certifications.
വണ്ടി ഓട്ടിക്കാൻ ലൈസൻസ് ഉള്ളതുപോലെ we should have some certification. Then only we can use this NDT method. നമുക്കെല്ലാം അറിയാം, നമുക്ക് we are having NDT knowledge. We can't do report with a sign. If you want to sign a report, you should have some certification. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും മൂല്യം വരുന്നത്. കാരണം ഒരു സർട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് യു ഹാവ് ടു അണ്ടർഗോ 2-3 ടെസ്റ്റ്, ജനറൽ, സ്പെസിഫിക്, പ്രാക്ടിക്കൽ. ഈ 3 ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ യു ഹാവ് ടു ഗെറ്റ് സം സർട്ടിഫിക്കറ്റ്സ്. ആൻഡ് വൺ മോർ തിങ്, ഇപ്പൊ ഇതിൽ ഒരു കുറച്ച് 2-3 സർട്ടിഫിക്കറ്റ്സിന്റെ നെയിം പറയുന്നുണ്ട്. ANSI ASNTCP 105, EN 473, ISO 9712, SNTC 1A, ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഓരോ ജോബിനും ചിലപ്പോ നമ്മുടെ ക്ലയന്റ്, നമ്മൾ ഇന്ത്യയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ജോബ് ചെയ്യുന്നത് പുറത്തുള്ള ക്ലയന്റിന് വേണ്ടിയിട്ടായിരിക്കും. ആ ക്ലയന്റ് ഏതാ സർട്ടിഫിക്കേഷൻ ആണ് പറയുന്നത്? ഹി മേ ബി എ യൂറോപ്യൻ ക്ലയന്റ്. സോ അപ്പോ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ ആ സർട്ടിഫിക്കേഷൻ എടുത്തിരിക്കണം. ഇതെല്ലാം ബേസിക്കലി എല്ലാ ഒന്ന് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, സ്പെസിഫിക്കലി ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ ചേഞ്ച് ആവുന്നത്. ഈ ISO 9712 എടുത്ത ഒരു വ്യക്തിക്ക് ഇഫ് യു ആർ ഗോയിങ് ഫോർ യു വിൽ മിനിമം 1 lakh per month സാലറി കിട്ടുന്ന രീതിയിലാണ് ഇതിനുള്ളത്. ജസ്റ്റ് ഐ സെഡ് ദ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇനി NDC സർട്ടിഫിക്കേഷൻ സിസ്റ്റത്തിനകത്ത് തന്നെ 3 ലെവലുണ്ട്. ഓരോ ഇതിനും 3 ലെവൽ, കോമൺ ആയിട്ട് 3 ലെവലുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഈ ലെവൽ 3 ആണ് ഹയസ്റ്റ് ലെവൽ. ലെവൽ 3 ആണ് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, എന്ത് പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ നോളജ് ഉണ്ടായിരിക്കണം ആ മെറ്റീരിയലിനെ കുറിച്ച്, അയാൾ ആ മെറ്റീരിയൽ എന്തിനാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, എന്തൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്, ആ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്തൊക്കെ ഡിഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ സാധ്യത ഉണ്ടാവുന്നെങ്കിൽ എന്തൊക്കെ മെത്തേഡ്, UT നോക്കണോ, റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് നോക്കണോ, PT നോക്കിയാൽ മതിയോ, MT നോക്കിയാൽ മതിയോ, അഡ്വാൻസ്ഡ് ടെസ്റ്റിംഗ് വേണോ, അതോ ഇൻ സർവീസ് ഇൻസ്പെക്ഷൻ വേണോ, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ റെസിഡ്യുവൽ ലൈഫ് അനാലിസിസ് എന്ന് പറഞ്ഞ റിമൈനിങ് ലൈഫ് അനാലിസിസ് അത് ചെയ്യണോ, ഇതെല്ലാം ഒരു ലെവൽ 3യുടെ ഗൈഡൻസ് വെച്ചാണ്, പുള്ളിയുടെ ഗൈഡൻസ് വെച്ചാണ് നോക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഹി ഈസ് വെൽ പെയ്ഡ്. Many people are using him as a consultant. ലെവൽ 2 എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ പെർമനന്റ് എംപ്ലോയി തന്നെ ആയിരിക്കും. ഈ ലെവൽ 3 പറയുന്ന കാര്യങ്ങൾ ആക്ഷനിൽ കൊണ്ടുവരേണ്ടത് ലെവൽ 2 ആണ്. സോ ഹി വിൽ ബി ദ ബേസിക് ഇവാലുവേറ്റർ. അതായത് ഒരു ജോയിന്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇവാലുവേഷൻ വെദർ ലെവൽ 1 എന്ന് പറയുന്നത് ഹു ഈസ് പെർഫോമിംഗ് ദ ടെസ്റ്റ്. അതായത് ഒരു റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ആയിട്ടും of level 2 and level 1. Okay, level 2 can do level 2 and level 1. അപ്പോൾ ആ ലെവൽ അനുസരിച്ച് മാറും. ഇൻ ഇന്ത്യ വി ആർ ഫോളോയിങ് ASNT, അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗിന്റെ SNTC 1A എന്ന് പറഞ്ഞൊരു സ്കീം പ്രകാരമാണ് ട്രെയിനിങ് നടത്തുന്നത്. ISO ഉണ്ട്, PCN ഉണ്ട്. പക്ഷെ ഒരു ISO PCN എല്ലാം ഒരു കോഴ്സിന് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ they have to spend. But because their payment is very high, they are having very ഓപ്പർച്യൂണിറ്റി വൈസ്. ഇനി അക്കാഡമിക്സ് വൈസിലാണെങ്കിൽ നോൺ ഡിസ്ട്രിക്ട് ടെസ്റ്റിംഗ് എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ സ്കോപ്പ്, റിസർച്ച്. കാരണം ഇതൊരു എമർജിങ് ഫീൽഡാണ്, മെനി ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ MTech in non-destructive testing, NIT Trichy is offering this particular course. In PhD, we are having design engineering, manufacturing engineering in Indian Institute of Technology, Madras. IIT Madras we have this PhD continuing courses. Then MS programs on other CSIR India, NML lab, it is in Tata Nagar, Jharkhand. Then അവിടെ ഒരു MS program ഉണ്ട്. Center of Non-Destructive Evaluation, IIT മദ്രാസിന്റെ ഭാഗമായിട്ട് തന്നെ MS റിസർച്ച് പ്രോഗ്രാം ഉണ്ട്. അത് 3 year integrated, 5 year integrated കോഴ്സ് എല്ലാം അതിനകത്തുണ്ട്. So if you want to pursue in academics wise also, there are opportunities in NIT and IIT Madras and NML Jamshedpur.
Now we are going for application where we are using all these techniques. Mainly in oil field equipment, you can see rigs. Rigs are very, once it is installed, it is very critical because once a rig fail, ഒരു rig fail ആയാൽ we have to uh, leave that particular tank അല്ലെങ്കിൽ ഓയിൽ വെൽ. ആ ഓയിൽ വെല്ല് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് ഓയിൽ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ആ ഓയിൽ അവിടെ നമ്മുടെ ആ ചുറ്റുപാടുള്ള സീ ലൈഫ്സിന് ക്രിയേച്ചേഴ്സിനും എല്ലാം അഫക്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ദ ഇമ്പാക്ട് ഓഫ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് or importance of non-destructive testing is very 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 critical. So that's why very high payment. ഇപ്പൊ നിങ്ങൾ നോർത്ത് ഈസ്റ്റ്, സോറി, മിഡിൽ ഈസ്റ്റിലെല്ലാം പോയാൽ you will be having work for 2 months but you have leave for 6 months because അത്ര ക്രിട്ടിക്കൽ ആയിരിക്കും. 2 മാസത്തെ വർക്ക് എന്ന് വെച്ചാൽ അത്രയും ക്രിട്ടിക്കൽ ആയിരിക്കും. ബട്ട് യു ഹാവ് എ ലീവ് ഓഫ് 4 months. സോ 6 months 2 മാസമായിരിക്കും ലൈക്ക് റിഗ് ജോബ്, ലൈക്ക് അവർ മെർച്ചന്റ് നേവി. Power plant machineries in India we have, because we are BHL people, we are dealing with power plant and machinery which are the machineries related to power plant. അത് പ്രഷർ, ഹൈ പ്രഷർ ബോയിലർ ആവാം, ഹൈ പ്രഷർ കോയിൽസ് ആവാം, ടർബൈൻസ് ബ്ലേഡ് ആവാം. സോ everywhere we are using this non-destructive testing method. Then in gas pipelines they are welding the gas pipelines. We have to check the weld at the live within in the remote areas. We have to do this testing. There we are using remote operated X-ray machines. Ultrasound testing is widely used now. Purposes sophisticated. We have composites, so the ultrasonic testing for composites is a very big, very widely developing field, because new methods, new probes, new frequencies we have to develop for testing, because it is somewhat different from metals. Composites are different from metals, so testing of composites is a challenging job and they need more resources for that. Then ship propellers, ship building, ship body, everything. This will be done very widely in between their some checkup will be there within 1 or 2 years or 3 years. After 5 years they have to check whether the critical joints are performing well, whether the joint is okay, whether any defect has created or not, whether it is propagating, propellers are working fine, whether any cracks are developed. All these things now in our ISRO, in space research. So all cryogenic propellant tank, what we call our GSLV. So they are so any small defect, it will the impact will be very high. So criticality of that test is very high. Then nuclear power plants. You know Kudangulam is our nearest nuclear plant. BHL has supplied our steam generators for there, Kudangulam. Then we are testing everything will be done by us. So we ensure the safety of the nuclear power plant. So that's all from my end for this താങ്ക് യു നിഖിൽ സാർ. ഹലോ സാർ. session. Any queries you can സാർ, ഒരു 3 പേര് ഹാൻഡ്സ് നേരത്തെ റൈസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ സംശയങ്ങൾ ചോദിക്കാം. ധാരാളം. ഹലോ ശ്രീശങ്കർ, ഹലോ. 1-2 പേര് ഹാൻഡ്സ് റൈസ് ചെയ്തിരുന്നു. ശ്രീശങ്കർ, അതുപോലെ ആദർശ് കെ. ആദർശ് ചോദിച്ചോളൂ. ശ്രീശങ്കർ. ആദർശ്. സോറി സാറേ, പറയൂ. ഞാൻ ലേറ്റ് ആയി കയറാൻ. ഹോസ്റ്റലിൽ ആയിരുന്നു. ഇല്ല.
അപ്പൊ കാര്യങ്ങളൊക്കെ കേറിയ ഉണ്ട് ക്ലാസ്സിൽ. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കാൻ ഇരിക്കുന്നു. Okay. Okay. Any doubts, you can share. I will share my number, contact details to Shine sir. ആ സാറിനെ വിളിച്ചാൽ മതി. സാറ് എന്നെ കോണ്ടാക്ട് തരും. ഓക്കെ. ആയിക്കോട്ടെ സാർ. ഹലോ ഹലോ സാറേ. ഹലോ സാർ, ഷൈനാണേ. പറയൂ സാറേ, സാർ. നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് പോളിടെക്നിക്കിലെ ഡിപ്ലോമ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഈ മേഖലയിൽ ഏത് അതെ സർട്ടിഫിക്കേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും? സാർ, ഈ സർട്ടിഫിക്കേഷൻസിന്റെ ഈവൻ ലെവൽ 3 സർട്ടിഫിക്കേഷന്റെ ഇൻപുട്ട് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ സാർ? +2 മാത്രമാണ്. +2 സയൻസ്, +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 +2 നിങ്ങൾ പേപ്പർ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ഫോർ ലെവൽ 3 എക്സാം. അപ്പോൾ നിങ്ങളുടെ ഡിപ്ലോമയോ അല്ലെങ്കിൽ BEയോ അല്ല നമ്മളിവിടെ നോക്കുന്നത്, യുവർ കേപ്പബിലിറ്റി ഓഫ് അനലൈസിങ് ദ ജോബ്. സ്ഥാപനത്തിൽ എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് GM ആയിരിക്കാം. GM എന്ന് പറയുന്നത് എന്നെക്കാളും 6-7 ലെവൽ ഹൈ ആണ്. പക്ഷേ ഹി ഈസ് നോട്ട് ഹാവിംഗ് സർട്ടിഫിക്കേഷൻ. I am having certification. I can evaluate the job and I can tell the result. So he administratively he is above me. So here the qualification can be level 3 directly you can take, no problem. For that the requirement is very very less. That is our +2 level requirement is there. So they can, the diploma people can directly take level 3 and they can earn more than a B person or higher education person can. ഇത് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് അത്രയാണ്. അപ്പൊ ഏർണിങ്സ് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ പറ്റും. ഇതിനൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് നമ്മൾ പാസ്സാകണം. ആ ട്രെയിനിങ്ങിന് വേണ്ട ഇൻപുട്സ് എല്ലാം നമുക്ക് സാധാരണ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഒരു വെൽഡ് ആയിക്കോട്ടെ, ഒരു SMAW എന്ന് പറഞ്ഞാൽ എന്താ, SAW എന്ന് പറഞ്ഞാൽ എന്താ, അത് എന്ത് ഡിഫക്റ്റ് ഉണ്ടാവും, അതറിയുക എന്നുള്ളതാണ്. അത് എന്ത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടേംസ് എല്ലാം ഫിസിക്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതായത് നമ്മൾ +2 ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങൾ. അതിന് മേളിലോട്ടൊന്നും ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തത് തന്നെ നമ്മൾ ഫിസിക്സ് ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുണ്ട്, അതിനുള്ളതാണ്. അപ്പോൾ അപ് ടു +2 ലെവലുള്ള നോളജ് മതി ഈ NDT ചെയ്യാനായിട്ട്. പക്ഷെ പീപ്പിൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലെവൽ 3 എടുത്തു കഴിയുമ്പം നിങ്ങളുടെ നോളജ് ഈക്വൽ ടു ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നോളജ് ആയി. ഓക്കെ, അപ്പോൾ യു വിൽ ബി ഡെവലപ്പിംഗ് ബൈ യുവർ ഓൺ. ബിക്കോസ് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു തിയറി നമ്മുടെ അടുത്ത് പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ട്. Automatically using your knowledge, limited knowledge, you will be developing your limited knowledge to perform the test and tell the result. So anything, even +2 is enough for taking level 2. അപ്പോൾ സാറേ, നമുക്ക് ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഈ സർട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതോ മറ്റേന്തെങ്കിലും ഏജൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലെവൽ 1 ലെവൽ 2 നമുക്ക് നിറയെ ഏജൻസീസ് ഉണ്ട്. പക്ഷെ ഈവൻ ഫേക്ക് ഏജൻസീസ് വരെ ഉണ്ട്. അവർ ട്രെയിനിങ് ഒന്നും തരാതെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റിങ്ങിന്റെ സോഴ്സ് കാണാതെ പോലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ വാങ്ങുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിയിട്ട് നമുക്ക് ജോബ് ഉണ്ട്, പുറത്ത് ജോബ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോഴാണ് അവർക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ ഒരു ജോബ്, അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എൻട്രി പർപ്പസിന് മാത്രമുള്ളതാണ്. സർട്ടിഫിക്കറ്റിനേക്കാൾ ഉപരി ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പം ദേ വിൽ എന്താ പറയാ, ആ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തിയെയും അതുപോലത്തെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്ന ആൾക്കാരെയും അവർ പിന്നെ എടുക്കില്ല. സോ ദർ ഷുഡ് ബി സം റിക്കഗ്നൈസ്ഡ് അണ്ടർ ദ ഇന്ത്യൻ, അതിന്റെ ചെന്നൈയിലാണ് എന്റെ ഹെഡ് ഓഫീസ്. എല്ലാ ട്രിവാൻഡ്രം ചാപ്റ്റർ ഉണ്ട്, എറണാകുളത്ത് ചാപ്റ്റർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തിരുച്ചിറാപ്പള്ളി ഉണ്ട്, ചെന്നൈ ചാപ്റ്റർ ഉണ്ട്, ശ്രീഹരിക്കോട്ട, അങ്ങനെ മേജർ സിറ്റീസിലെല്ലാം ഉണ്ട്. ISND എന്നാണ് എന്റെ പേര്.
ISND ഓഫർ ചെയ്യുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേരാൻ പറ്റും. ലെവൽ 3 എന്ന് പറയുന്നത് ഡയറക്ട്ലി അമേരിക്കൻ സൊസൈറ്റി ഓഫ് നോൺ ഡിസ്ട്രക്റ്റീവ് എടുക്കുന്ന എക്സാം ആണ്. അത് വർഷത്തിൽ 2 തവണയാണ് ആ എക്സാം ഉണ്ടാകുന്നത്. നമ്മുടെ എന്താ പറയാ സെൻട്രൽ ബോർഡ് എക്സാം പോലെയാണ്. അതിന് 2 പോയിന്റുകളാണുള്ളത്. ഒന്ന് മുംബൈയും ഒന്ന് ചെന്നൈ ആണെന്നാണ് തോന്നുന്നത്. രണ്ട് പോയിന്റുകളാണ് ലെവൽ 3 എടുക്കാനായിട്ട്. വർഷത്തിൽ 2 എക്സാം. അത് ഡയറക്ട്ലി ASND തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിന് വേറെ ഏജൻസീസ് ഇല്ല. സാറേ, നിഖിൽ സാറേ, നമ്മുടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള മറ്റ് കോളേജുകളിലെ ഫാക്കൽറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അവർക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. ഹലോ, യെസ് സാർ. എൻ്റെ പേര് രവീഷ് എന്നാണ്. ഞാൻ പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യാം. പറയൂ സാർ. എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കോളേജിൽ ഇഷ്ടംപോലെ എറണാകുളം ബേസ് ചെയ്ത്, കല്ലൂർ ബേസ് ചെയ്ത് ലെവൽ 2 സർട്ടിഫിക്കറ്റും NDT കോഴ്സ് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പൊതുവെ ഉള്ള ഒരു പിള്ളേരുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഗുജറാത്ത് അങ്ങനെയുള്ള ബേസിക് സ്ഥലങ്ങളിൽ പോകും. അവരെ കുറച്ച് കഴിഞ്ഞ് പണിയെടുത്ത് തിരിച്ചു പോരും. അപ്പൊ ഇതിന്റെ എൻട്രിയിലേക്ക് പോകാനായിട്ട് നമ്മള് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇന്ന സ്ഥലത്ത് പോയി പഠിക്കണമെന്നുണ്ടോ? അതൊന്നാമത്തെ. രണ്ടാമത്തെ ഈ ലെവൽ 3 പഠിക്കണമെന്നുണ്ടെങ്കിൽ ലെവൽ 2 സർട്ടിഫിക്കേഷൻ നമുക്ക് വേണ്ടേ? ലെവൽ 3 പഠിക്കാനായിട്ട് സാർ ഞാൻ നിങ്ങളൊരു അക്കാഡമി, നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽസ് എല്ലാം അറിയാം, വെൽഡിനെ കുറിച്ചൊക്കെ അറിയാം, മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 3 നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നതിൽ ആരും അതിനൊരു ഇല്ലീഗൽ പ്രോബ്ലംസ് ഇല്ല. പക്ഷെ യൂഷ്വലായി എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ലെവൽ 2 എടുത്തതിന് ശേഷം അവർ കുറച്ച് നാൾ വർക്ക് ചെയ്യും. ടെസ്റ്റ് ചെയ്ത ശേഷം അവരൊരു എക്സ്പീരിയൻസ് നേടും. അപ്പൊ എക്സ്പീരിയൻസ് കൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന നിറയെ പ്രോബ്ലംസ് ഉണ്ടാവും. 90% ആൾക്കാർ ലെവൽ 2 എടുത്തതിന് ശേഷമാണ് ലെവൽ 3 പോകുന്നത്. പക്ഷേ അതെ, അതിന്റെ ബുക്കുണ്ട് പഠിക്കാനുണ്ട്. അതിന് മുംബൈ ബേസ് ചെയ്ത് തന്നെ നിറയെ കോച്ചിങ് സെന്റേഴ്സും ഉണ്ട്. പക്ഷേ ഒരു എന്താ പറയാ, ലെവൽ 3 എടുത്തു കഴിയുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് സം സൊല്യൂഷൻ ഫോർ ലൈഫ് പ്രോബ്ലംസ്. ഒരു വെൽഡ് വന്നു കഴിയുമ്പോൾ ആ വെൽഡില് എന്തായിരിക്കാം പ്രശ്നം? കാരണം നമ്മൾ ഈ പഠിക്കുന്ന ബുക്കിലൊന്നും അതിന്റെ റിയൽ പ്രോബ്ലംസ് ഉണ്ടായില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ പുതിയ പ്രോബ്ലംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വെൽഡ് അടിച്ചത് കറക്റ്റ് ആയിരിക്കും, ഹീറ്റ് വെച്ചത് കറക്റ്റ് ആയിരിക്കും. അതിന് ഡിഫക്റ്റ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് ആയിരിക്കില്ല, ആ ടെസ്റ്റിംഗിൽ കാണാതെ ഇന്നൊരു ടെസ്റ്റിലായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ ലൈവ് പ്രോബ്ലംസ് നിറയെ വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് ബുക്ക് നോളജ് മാത്രം പോരാ. അതുകൊണ്ട് തന്നെയാണ് നിറയെ പേര് ലെവൽ 2 എടുത്ത് കുറച്ച് എക്സ്പീരിയൻസ്, ഒരു 5 വർഷം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമേ ലെവൽ 3 എടുക്കാറുള്ളൂ. അതാണ് എന്റെ ഒരു ഡൗട്ട്. ഇപ്പൊ ലെവൽ 2 എടുത്തിട്ട് ഗുജറാത്തിൽ പോയ എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് NDT ബേസ് ചെയ്ത്, അതായത് ഈ അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഒന്നും അല്ല, വെറും വെൽഡ് ചെയ്യണ പൈപ്പ്, സ്പൈറൽ വെൽഡിംഗ് പൈപ്പിൽ വെറുതെ ഡിഫക്റ്റ് ഉണ്ടോന്ന് നേക്കഡ് ആയി കൊണ്ട് നോക്കണ ഒരു പരിപാടി മാത്രമേ. അത് വിഷ്വൽ ടെസ്റ്റിംഗ് ആണ്. ആ വിഷ്വൽ ടെസ്റ്റിങ്ങിന് നിങ്ങൾ അത്രയും ടെക്നിക്ക് വേണ്ട ആവശ്യമില്ല. പക്ഷെ അത് അവർ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ നോക്കി സെലക്ട് ചെയ്യണം. നമ്മുടെ റോൾ എന്താണെന്ന് നോക്കി വേണം പോകാൻ. അതാ പറഞ്ഞ ലെവൽ 2 പഠിച്ചിട്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം? ഈ ഏജൻസി വഴി അല്ലാതെ നമുക്ക് എങ്ങനെ നല്ലൊരു ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചീപ്പായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സിൽ നമ്മൾ പോകാൻ പാടില്ല. കാരണം അവർക്ക് പ്ലേസ്മെന്റും കാണില്ല, അവർക്ക് നല്ല എംപ്ലോയീസും കാണില്ല. അപ്പൊ അവര് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പക്ഷെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നല്ല ഏജൻസി ആണെങ്കിൽ അവരടുത്ത് തന്നെ അവർക്ക് നിറയെ ഈ എക്സ്പീരിയൻസ് ആളും അല്ലെ RT ഇവാലുവേറ്റ് ചെയ്യുന്ന ആള് വേണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നിറയെ കോൾ വന്നുകൊണ്ടിരിക്കും. അത് നല്ലൊരു റെപ്യൂട്ടഡ് ഏജൻസി മാത്രം ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാ? സൈറ്റ് ഇല്ല, അത് തിരിച്ചറിയാൻ വേറെ വഴിയില്ല. അവരുടെ മുന്നേ പഠിച്ച ആൾക്കാർ ISND, ഇപ്പൊ നിങ്ങൾ ഏത് ISND ചാപ്റ്ററിൽ പോയാലും യു വിൽ ഗെറ്റ് or you will get a good opportunity. പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നമ്മുടെ ISND-യിലെ ഒരു UT ലെവൽ 2 കോഴ്സിന് we have to pay 10,000 plus GST. ഇതേ
പ്ലസ് GST നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? നമുക്ക് ഒരു 14,000 രൂപ കൊടുത്താൽ 4 ടെക്നിക്ക് നമുക്ക് ലെവൽ 2 കിട്ടി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പൊ ഇവിടെ വരുന്നത് ഞങ്ങളുടെ കമ്പനിക്കകത്ത് അപ്രന്റീസ് വരുന്നുണ്ട്, അപ്രന്റീസ്ഷിപ്പ് ചെയ്യാനായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ നിറയെ പേരിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ കേൾക്കും എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്? അത് നമുക്ക് ഒരു 5 രൂപ 6 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒന്നിച്ച് പ്രിന്റ് ചെയ്ത് തരും. ആ സർട്ടിഫിക്കറ്റിന്റെ സ്പെല്ലിംഗ് വരെ തെറ്റായിരിക്കും. ഈ സൈൻ ചെയ്യുന്ന ആളിന് ASND ലെവൽ 3 ഉണ്ടായിരിക്കണം. ആ ASND ലെവൽ 3 ഉള്ള ആള് എന്ത് ചെയ്യുക? കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ഒരു പ്രോബോ ഒരു 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 സോഴ്സോ അല്ലെങ്കിൽ ഒരു ഫിലിമോ കണ്ടിട്ട് പോലും കാണില്ല. അപ്പൊ അവർ നമ്മളെ കയ്യിൽ വരുമ്പോഴായിരിക്കും സത്യം പറഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ ഒരു വർഷം അവര് അപ്രന്റീസ്ഷിപ്പ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി സാർ ഇപ്പോഴാണ് ഞങ്ങൾ വാങ്ങിച്ച സർട്ടിഫിക്കറ്റിന്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നത്, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് പറഞ്ഞ് നിറയെ കുട്ടികൾ പോയിട്ടുണ്ട്. അതിനുശേഷം അവര്, കാരണം സർട്ടിഫിക്കറ്റ് മുന്നേ ഉണ്ടായിരുന്നു, അവര് കിട്ടിയ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കാരണം അപ്പോഴായിരിക്കും അവർക്ക് യഥാർത്ഥത്തിൽ എന്താ പെർഫോം ചെയ്യേണ്ടത്, എങ്ങനെ പെർഫോം ചെയ്യേണ്ടത് മനസ്സിലാകുന്നത്. ഹലോ സാർ. നമ്മള് നല്ല കോഴ്സും സെലക്ട് ചെയ്യണം. എൻട്രി ആ കോഴ്സ് തരുന്ന ആളുകൾ വഴി പോകാനായി ശ്രമിക്കുന്നതായിരിക്കും നല്ലതല്ലേ? ശ്രമിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ASND ഞാൻ പറഞ്ഞില്ലേ 10,000 റുപ്പീസിന്റെ, അതിനേക്കാളും വാല്യൂ ഉള്ളത് ISO 9712. അതിന് നിറയെ ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ കൂടുമ്പോൾ തന്നെ അതിന് ഏകദേശം 1 ലാഖിന് അടുപ്പിച്ചാണ്. അതായത് 10,000 കോഴ്സിന് ഈക്വലന്റ് ആയിട്ട് 1 ലാഖിന് അടുപ്പിച്ചാണ് ആ ലെവൽ 2 കോഴ്സിന്റെ ചാർജ്. അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓഹോ, അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് അധികമാണ്, പേയ്മെന്റ് അധികമാണ്. ഓക്കെ, താങ്ക് യു സർ. ഹലോ സാർ, മറ്റ് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ ഒക്കെ ഉള്ള സംശയങ്ങൾ ചോദിക്കാം. NDTക്ക് ഒരുപാട് സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത സാറ് പറഞ്ഞ പോലെ ഏത് സ്ഥാപനത്തിൽ നിന്ന് ഈ NDTയുടെ സർട്ടിഫിക്കേഷൻ നേടണം എന്നുള്ളതാണ് പല സ്റ്റുഡൻസിന്റെ. ഈവൻ ഞങ്ങൾക്ക് സ്റ്റാഫിന് വരെ അത് ഇന്ന സ്ഥാപനത്തിൽ പോയിട്ട് സർട്ടിഫിക്കേഷൻ എടുത്താൽ നന്നായിരിക്കുമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. എന്തായാലും സാറിന്റെ അഡ്വൈസ് നമുക്ക് തുടർന്ന് വേണ്ടി വരും. ശരി സാർ, ഞാൻ എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സയൻസ് സാറിന് ഷെയർ ചെയ്തേക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഏജൻസിയെ കുറിച്ച് അന്വേഷിക്കണം, നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇൻഫർമേഷൻ തരൂ. ഞാൻ എന്റെ പരിമിതമായ അളവ് വെച്ചിട്ട്, ഞാനിപ്പം ട്രിച്ചിയിലാണ്, ചെന്നൈ തമിഴ്നാട്ടിലാണ്. ഇവിടെയുള്ള ഏജൻസിയൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാം, ഏതൊക്കെയാണ് ഫേക്ക് ആണോ അല്ലെന്നുള്ളത് എനിക്കറിയാം. ട്രിവാൻഡ്രം അല്ല കേരളത്തിലുള്ള ഏജൻസിയെ കുറിച്ച് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട്, എന്റെ പരിമിതമായ അളവ് വെച്ച് ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ ഇതിന്റെ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ സാർ, താങ്ക് യു. ഇനി മറ്റാർക്കെങ്കിലും സംശയം ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സീനിയർ ആയിട്ടുള്ള സാറന്മാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മാഡം. എൻ്റെ പേര് സുനൈന, മലബാർ പോളിയിൽ നിന്ന് തന്നെയാണ്. എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കോളേജുകളിൽ ഡിപ്ലോമയിൽ ആണെങ്കിൽ പോലും കുട്ടികൾക്ക് മെറ്റലോഗ്രഫി ലാബുകൾ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ, വിഷ്വൽ ഇൻസ്പെക്ഷനും അതുപോലെ ടൈപ്പ് ആൻഡ് ട്രെൻഡ് ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് ഇപ്പോ ഈ ലെവൽ നിങ്ങൾ പറഞ്ഞല്ലോ സർട്ടിഫിക്കേഷൻ, പക്ഷെ ആ കുട്ടികൾക്ക് ലെവൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ ഡിപ്ലോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഏത് സർട്ടിഫിക്കേഷൻ വരെ ആ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും? മാഡം, ആക്ച്വലി ഞാൻ MTechന് NDT ആണ്. പക്ഷെ ഞാൻ MTech മെക്കാനിക്കൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ MTech NITയിലാണ് എടുത്തത്. അപ്പോൾ MTech എടുത്തു കഴിഞ്ഞുകൊണ്ട് എനിക്ക് എല്ലാ അറിവുണ്ട്, പക്ഷെ എനിക്ക് ഒരു സർട്ടിഫിക്കേഷനും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഐ ആം നോട്ട് ലയബിൾ ഫോർ ഡൂയിങ് ദിസ് ജോബ്. അതായത് ഞാൻ MTech കഴിഞ്ഞാലും എനിക്ക് ഈ ജോബിൽ പെർഫോം ചെയ്യണം, ഒരു റിപ്പോർട്ട് എഴുതണം അല്ലെങ്കിൽ റിപ്പോർട്ട് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ I should need a certificate which can be taken using a +2 qualification. Okay, sir. Then you should understand the importance of the certificate. അതായത് ഒരു വണ്ടി നിങ്ങൾക്ക് ഓട്ടിക്കാൻ പറ്റും, പക്ഷെ വണ്ടി നന്നായിട്ട് ഓട്ടിക്കാൻ അറിയാം, പക്ഷെ നിങ്ങളുടെ ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓട്ടിക്കാൻ പാടില്ല. ലീഗലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതേപോലെയാണ് ഇക്വലന്റ്. സോ നിങ്ങൾ ഡിപ്ലോമ എന്ന് പറയുന്നത് ഞാൻ പറയാം, ഇറ്റ് ഈസ് വെൽ ഡിപ്ലോമ വെച്ചിട്ട് യു ക്യാൻ അപ്ലൈ ഫോർ ലെവൽ 2 ആൻഡ് ലെവൽ 3. ലെവൽ 2 നിങ്ങൾ എടുത്തിട്ട് എക്സ്പീരിയൻസ് നേടിയതിനു ശേഷം then
go for level 3 directly, no problem. ഓക്കെ സർ, പിന്നെ താങ്ക് യു. വേറൊരു അതായത് സർട്ടിഫിക്കറ്റ്സ്, ഇപ്പൊ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വേറെ ഫീൽഡാണ് മാഡം. അതായത് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒരു സൈഡിൽ ഉണ്ടാവും, പക്ഷെ സർട്ടിഫിക്കേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് ആണ്. അതിന് നമുക്ക് വി കാൺ റിലേറ്റ് ഇറ്റ് വിത്ത് അക്കാഡമിക്സ്. അക്കാഡമിക്സിന് വേറെ ബ്രാഞ്ച് തന്നെയാണ്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു മാം. ഹലോ സാർ. സാർ എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോൾ 8 മണി ആവാറായെന്ന് തോന്നുന്നു. നമ്മുടെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ മറ്റ് ഫാക്കൽറ്റീസിനോ ഒക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എങ്കിൽ നമ്മുടെ ഈ സെഷൻ വൈൻഡ് അപ്പിലേക്ക് കടക്കാം. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഞാനിതിൽ നമ്മുടെ മെസ്സേജിൽ ഫീഡ്ബാക്കിൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഫീഡ്ബാക്കിൻ്റെ ഫോം ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. സാറേ, നമ്മൾ ഈ NDT കോച്ചിങ് കൊടുക്കുന്ന സെന്ററുകളിൽ ഫേക്ക് ആയിട്ടുള്ളതും ജെന്യുവൻ ആയിട്ടുള്ളതും ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ NDT കോച്ചിങ് കൊടുക്കുന്നതിൽ ആക്ച്വലി അവർ സർട്ടിഫിക്കറ്റിൽ ഒരാൾ സൈൻ ചെയ്യും. ലെവൽ 3 ASND ലെവൽ 3 ഒരാൾ സൈൻ ചെയ്യും. ആ സൈൻ ചെയ്യുന്നതിന് ഓരോ ആൾക്കാർ എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ പോലെ അവർക്ക് ASND നമ്പർ ഉണ്ടാവും. ആ നമ്പർ ആക്ച്വലി അവരങ്ങനെ സൈൻ ചെയ്യാൻ പാടില്ല. അത് ഓരോരുത്തരുടെ എത്തിക്സ് ആണ്. അതായത് ഈ NDTക്ക് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോണസ്റ്റിയും എത്തിക്സും ആണ്. ആ എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു തവണ നിങ്ങൾക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റും, പക്ഷെ അടുത്ത തവണ നിങ്ങളുടെ ജോബ് ഫെയിൽ ആകും. അപ്പൊ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചാണ് വെണ്ടർ നിങ്ങളെ ആ ജോലി ഏൽപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പും അത് ഫ്യൂച്ചറിൽ നമുക്ക് യൂസും ആയിട്ട് വരണം. അപ്പൊ ആ സൈൻ, ആ ഒപ്പിടുന്ന ഒരാളിന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് പ്രോപ്പർ ട്രെയിനിങ് തരിക എന്നുള്ളതും അത് അനലൈസ് ചെയ്യുക എന്നുള്ളതും. അത് ചെയ്യാതെ ഒരുപാട് പേര് ജസ്റ്റ് കാശിന് വേണ്ടി മാത്രം, ഇപ്പൊ നിങ്ങൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നില്ലേ, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ കാശും കൊടുക്കാറുണ്ട്, ഒറിജിനലി കറക്റ്റ് ആയിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റും തരാറുണ്ട്, കാശ് വാങ്ങാതെ തന്നെ. ഇതേ സംഭവം എത്തിക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്ന സാധനം ഇതിനകത്തുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ പാലിക്കപ്പെടണം. പാലിച്ചാൽ മാത്രമേ നമുക്ക് 1 or 2 തവണ നമുക്ക് ഇതില്ലാതെ പോകാൻ പറ്റും. പക്ഷെ ഒരു ഭാരമാണ്. കാരണം നമ്മൾ ലെവൽ 2 ആണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്ത്, ഞാൻ ലെവൽ 2 ആണ്, ഒരു എംപ്ലോയറുടെ അടുത്ത് പോയി കഴിയുമ്പോൾ ആ പുള്ളി ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അല്ലെ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒന്നും അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല, നിങ്ങൾക്ക് വാല്യൂ ഇല്ല. അപ്പം തീർച്ചയായിട്ടും ട്രെയിനിങ് കിട്ടുന്നുണ്ടോ, ട്രെയിനിങ് എന്ത് രീതിയിലാണ് കിട്ടുന്നത്, ആ ട്രെയിനിങ് നടന്ന ആൾക്കാർ എവിടെയൊക്കെയാണ് പ്ലേസ് ആയിട്ടുള്ളത്, അവരുടെ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് ആ ഏജൻസി ജസ്റ്റ് നമുക്കറിയാവുന്നല്ലോ NDT ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഏജൻസികൾ ജെനുവിൻ ആണോന്നും അതുപോലെ ആ സൈൻ ചെയ്യുന്ന വ്യക്തിയും ജെനുവിൻ ആണോന്നുള്ളതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും ആ സൈൻ ചെയ്യുന്ന വ്യക്തി ജെനുവിൻ ആണോന്നും നമുക്ക് ASNDയിലെ സർട്ടിഫിക്കറ്റ് നമ്പർ വെച്ചിട്ട് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പക്ഷെ ഏജൻസി എന്ന് പറയുന്നത് അത് ഇതിന്റെ കൺട്രോൾ വരുന്നതല്ല, ASNDയിലെ കൺട്രോൾ വരുന്നതല്ല. അതിപ്പോ എനിക്ക് ഒരു ട്യൂട്ടോറിയൽ സെന്റർ തുടങ്ങുന്നത് പോലെ അവർക്കൊരു ഏജൻസി തുടങ്ങാൻ പറ്റും. അത് സൈൻ ചെയ്യാനായിട്ട് ഒരാളും വേണം. അപ്പൊ അയാൾക്ക് പൈസ കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ കുറെ സൈൻ ചെയ്ത് പൊക്കോണ്ടിരിക്കും സർട്ടിഫിക്കറ്റ്. പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ വെക്കാമെന്നുള്ളതല്ലാതെ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്നും ഉപയോഗമില്ല ഉപയോഗമില്ലാതെ പോകും. അപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ നോളജുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഡിപ്ലോമ കഴിഞ്ഞാൽ നമുക്ക് NDT ഒക്കെ സ്റ്റഡി ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സന്റെ കയ്യിൽ നിന്ന് നമുക്ക് നേരിട്ട് സർട്ടിഫിക്കറ്റ് അവൈൽ ചെയ്യാൻ പറ്റുമോ? സാർ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് നമ്മൾ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ UT എടുക്കാം. ഈ UT എക്യുപ്മെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. UT എക്യുപ്മെന്റ് യൂസ് ചെയ്യാൻ അറിയണം. UT എക്യുപ്മെന്റ് വെച്ചൊരു ജോബ് ടെസ്റ്റ് ചെയ്യാൻ അറിയണം. ആ ജോബിനകത്ത് എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടെന്ന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ റിപ്പോർട്ട് ചെയ്യാൻ അറിഞ്ഞേക്കണം. ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റിന്റെ പർപ്പസ് വന്നു കഴിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങളുടെ ഇവിടെ അപ്രന്റീസ്ഷിപ്പിന് വരുന്ന കുട്ടികളിൽ അവർ അപ്രന്റീസ്ഷിപ്പിന് ലെവൽ 2 വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല.
ഒരു BE മുടിച്ച ആളോ അല്ലെങ്കിൽ ഡിപ്ലോമ മുടിച്ച ആൾക്കോ ഡയറക്റ്റ്, അല്ലെങ്കിൽ ഒരു ഐ ടി കഴിഞ്ഞ ആൾക്കോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് വരാം, അപ്രന്റീസ്ഷിപ്പ് കയറാം. അതിനുശേഷം ഞങ്ങളെ ജോലിയുടെ ഭാഗമായിട്ട് അവർ ഞങ്ങളുടെ കൂടെ നിൽക്കും. അവര് ആ വർഷം അല്ലെങ്കിൽ ആ ഒരു 6 മാസം കൊണ്ട് കിട്ടുന്ന നോളജ് വെച്ചിട്ട് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതെടുക്കാൻ പറ്റും, റിപ്പോർട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കിട്ടും. അല്ലാതെ നിങ്ങളുടെ കോളേജ് വഴി അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാബോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾസോ നമ്മുടെ കയ്യിൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ലെവൽ 2, അത് ഈവൻ ഞാനൊരു കാര്യം പറയാം, ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ലാബുകളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിൽ ഇങ്ങനൊരു ലാബ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ മെനി പീപ്പിൾ. സോ യു ക്യാൻ ഒരു കൺസൾട്ടന്റെയോ ഈ സൈൻ ചെയ്യാനും എക്സാം നടത്താനും വേണ്ടി മാത്രം ഒരു കൺസൾട്ടന്റ് വന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ ട്രെയിനിങ് ചെയ്യാനൊക്കെ ഒരു സാധാരണ ലെവൽ 2 ആൾക്കാർ മതി. ഓക്കെ സാർ, താങ്ക് യു. സാർ ഒരു കാര്യം കൂടി, ഇങ്ങനെ എനിക്കൊരു അവസരം സയൻ സാറ് ഞാൻ സാറിനെ ഒരുപാട് നാൾ മുമ്പേ എനിക്കറിയാം. സാർ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നതിൽ വളരെ നന്ദിയുണ്ട്. എന്താ പറയാ, ഐ വുഡ് ലൈക്ക് ടു താങ്ക് all the people who have assembled here for listening my lecture. Thank you. നിഖിൽ സാർ, നമ്മുടെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കരയുടെ എല്ലാവിധ സാറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ പ്രോഗ്രാമാണ് ഈ വർഷത്തെ, അതായത് 2024 ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെല്ലിൻ്റെ 3ാമത്തെ പ്രോഗ്രാമായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപാട് കാര്യങ്ങളൊക്കെ, അധ്യാപകരെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. കുട്ടികൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ലായിരിക്കും, കാര്യം നമ്മുടെ ഡിപ്ലോമ ലെവൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരിക്കും. പക്ഷേ അധ്യാപകർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തായാലും സാറ് പറഞ്ഞ പോലെ ഞാനും സാറ് നേരത്തെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ടീച്ചിങ് ഫാക്കൽറ്റീസായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലെവലിലാണ് സാറ് ക്ലാസ് തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം അവസാന ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലും ഈ പറഞ്ഞ പോലെ NTTയുടെ ഏതൊക്കെ മേഖലയിൽ NTT നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിലാണ് സാറ് അവസാന ഭാഗങ്ങളിലെല്ലാം ഡിസ്ക്രൈബ് ചെയ്തത്. അത് വളരെ എഫക്റ്റീവായിരുന്നു. നമുക്കെല്ലാവർക്കും, അധ്യാപകർക്കും അതുപോലെ കുട്ടികൾക്കും അത്തരത്തിൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പുതിയ അറിവാണ് ആക്ച്വലി. അപ്പോൾ സാറ് ഈ ഞങ്ങളുടെ ചെറിയ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് 1.25 മണിക്കൂറോളം സാർ ഇവിടെ സ്പെൻഡ് ചെയ്തു. സാറ് വോളണ്ടറി ആയിട്ട് നമ്മുടെ കോളേജിൻ്റെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെല്ലിന് വേണ്ടി ഈ ഒരു വെബിനാർ സെഷൻ എടുത്തതിൽ സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ പേരിലും ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെല്ലിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റു പോളിടെക്നിക് കോളേജുകളിലെയും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കോ അധ്യാപകരുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും പേരുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സാർ. മറ്റാർക്കെങ്കിലും ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സെഷൻ എഫക്റ്റീവ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഈ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ സെഷൻസും നമ്മൾ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലക്കരയുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ എല്ലാ സെഷൻസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മുന്നേയുള്ള സെഷൻസ്, കഴിഞ്ഞ വർഷത്തെ സെഷൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ 3 ബ്രാഞ്ച് NB അക്രഡിറ്റഡ് ആണ്. കേരളത്തിലുള്ള 3 പോളിടെക്നിക്കുകളിൽ മാത്രമേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ NB അക്രഡിറ്റേഷൻ ഉള്ളൂ. അതിലൊരു പോളിടെക്നിക്ക് നമ്മുടെ പോളിടെക്നിക്കാണ്. എനിവേ, നമ്മളോട് ഇത്രയും സമയം സമ്മതിച്ചതിനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു വെബിനാർ സെഷൻ എഫക്റ്റീവായിട്ട് എടുത്ത നിഖിൽ സാറിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിഖിൽ സാർ, ഹലോ നിഖിൽ സാർ. സാർ, നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫീഡ്ബാക്കിൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ആ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അടുത്ത ആഴ്ചയും നമുക്കൊരു ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ സെല്ലിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാം നാളെ ഈവനിങ്ങിനുണ്ട്. അതിന് മുന്നേ ഒരു 12ഓളം സെഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സെഷൻസിൻ്റെ ലിങ്ക് ഞങ്ങൾ എല്ലാ അധ്യാപകർക്കും അയക്കുന്നതാണ്.
once again, thank you, Nikhil sir. സാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമോ? ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ.